കണ്ണൂർ മുത്തപ്പൻ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം RSSന്റെ നേതൃത്വത്തിൽ ഗണഗീതം പാടാനുള്ള പരിശ്രമം നടത്തിയപ്പോൾ ഒരു DYFI പ്രവർത്തകൻ അവിടെ വേദിയിൽ കയറി അതിനെ തടഞ്ഞ് ആ പാട്ടുപാടലിനെ നിർത്തിച്ച ഒരു ഇടപെടലുണ്ടായി. കേരളത്തിൽ RSSനെ ഫീൽഡിൽ പ്രതിരോധിക്കുന്ന കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ അതിന് DYFIക്കാർ വേണം. പക്ഷേ സോഷ്യൽ മീഡിയയിലെല്ലാം RSSന്റെ വലിയ പ്രതിരോധക്കാരായിട്ടും ഈ ജമാഅത്ത് ഇസ്ലാമിയും മൗദൂദികളും അല്ലെങ്കിൽ സുഡാപ്പികളെല്ലാം ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് സതീശന് സംഘം എന്നാണ്. പക്ഷേ സതീശന്റെയും സുധാകരന്റെയും കോൺഗ്രസ്സുകാർ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. RSS ഗീതം തുടങ്ങിയപ്പോൾ കൈയടിച്ച് RSSകാരോടൊപ്പം നിന്ന് അതിനെ പ്രചോദിപ്പിക്കുകയാണ്. അത് നാട്ടിൽ കേൾക്കേണ്ടതാണെന്നുള്ള മനോഭാവത്തിൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, RSSനെ പ്രതിരോധിക്കുന്നത് വീട്ടിലെ കട്ടിലിൽ കിടന്നിട്ടാണ്. പക്ഷേ ഫീൽഡിൽ നിന്നിട്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ പാടില്ല. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള RSSന്റെ ഈ ഗണഗീതങ്ങളൊക്കെ പാടി അത് സർവ്വസാധാരണമാക്കാനുള്ള ഇടപെടലിനെ ചെറുക്കുന്നത് ആരാണ് എന്നതിന്റെ തെളിവാണ് DYFI പ്രവർത്തകന്റെ ആ ഇടപെടൽ. അത് അവിടെ അവസാനിച്ചു. നെയ് പിക്ചർ അഭിബി ബാക്കി ഹെ. ഇത് ശേഷം സംഭവിച്ചതാണ്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒന്നും വാർത്തയല്ല. നേരെ മറിച്ച് RSSനെതിരെ ഇപ്പോൾ സംസാരിച്ചതാണെങ്കിൽ DYFI പ്രവർത്തകന്റെ കൊലവിളി എന്ന രീതിയിൽ അത് അവതരിപ്പിച്ചേന്. പക്ഷേ അവർ അവിടെ പ്രതിഷേധിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. ആ കാഴ്ച കണ്ടിട്ട് എന്ത് മനസ്സിലാകുന്നുണ്ട്? ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ RSSനെ വളർത്താനും വർഗീയ ചേരിതിരിവുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതിനെ ചെറുക്കാൻ ഏതെങ്കിലും മരുന്നിന് ഒരു കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ ഈ നാട്ടിലെ മതേതരർ, കോൺഗ്രസിനെ അല്ല സതീശനെയും കുറച്ചുപേരെയും ഈ നാട്ടിലെ മതേതരരായിട്ട് ഉയർത്തിക്കാട്ടുന്ന സുഡാപ്പി അല്ലെങ്കിൽ മൗദൂദി തുടങ്ങിയ ആരെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ കണ്ണൂരിലുള്ളവരല്ലേ? നിങ്ങളെടുത്ത് നോക്കൂ, RSS ഗണഗീതം പാടിയത് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റായിപ്പോയി, അത്തരം പ്രവർത്തനങ്ങളെ ചെറുക്കുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവ്, ഈവൻ VD സതീശനെങ്കിലും ഈ വിഷയത്തിൽ ഇല്ല. പക്ഷേ തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ അവിടെ വിപ്ലവഗാനം പാടി എന്നുള്ളതിൽ പ്രതികരിക്കാൻ സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നു. RSSന്റെ പരിപാടികൾ അവിടെ ആകാം. എന്നിട്ട് ഇവരാണത്രേ കേരളത്തിൽ RSSനെ ചെറുക്കുന്നതെന്ന്. ഉളുപ്പുണ്ടോ മൗദൂദികളെ? ഈ നാട്ടിൽ മുസ്ലിം മത വിഭാഗക്കാരെ RSSന് മുന്നിൽ കൊണ്ടുവന്ന് അടിയറ വയ്ക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന പരിശ്രമത്തിൽ മുസ്ലിം മത വിഭാഗക്കാരായിട്ട് കാണുക. എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ചെറിയ പ്രതിഷേധം വാക്കുകൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ ഒരിടത്തുമില്ല. പിന്നെ എവിടെയാണ്? ഗവർണർക്കെതിരെ ഇവർക്ക് പ്രതിഷേധമില്ല. അവർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്നിട്ട് ഗവർണർ കേരളത്തിലെ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടത്തുന്നതിന് അതിൻ്റെ ഒരു വിഹിതം ലീഗിനും കിട്ടും, കോൺഗ്രസിനും കിട്ടും. ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കേരളത്തിൽ മൗദൂദികൾ ഇടതുപക്ഷത്തെ ചാപ്പുകുത്തുകയാണ്. കാര്യം ഇവർ വർഗീയവാദികൾക്ക് എല്ലാവർക്കും അവരെ പ്രതിരോധിക്കുന്നവരെ എല്ലാ കാലത്തും ഇല്ലാതാക്കാൻ ഒരേ മനസ്സാണ്. അതിന് മതേതരർ എന്ന് നാവുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാരെ മുൻനിർത്തിക്കൊണ്ട് ഒരു സൈഡിൽ സംഘപരിവാർക്കാരും മറു സൈഡിൽ സുഡാപ്പികളും ഒപ്പം തന്നെ മൗദൂദികളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഈ നാട്ടിൽ പ്രതിരോധിക്കാൻ ഒരേ ഒരു ശബ്ദമേ ഉള്ളൂ, ഒരേ ഒരു സംഘടനയേ ഉള്ളൂ. അത് ഇടതുപക്ഷമാണ്. അത് ന്യൂനപക്ഷ വർഗീയത ആയിക്കോട്ടെ, ഭൂരിപക്ഷ വർഗീയത ആയിക്കോട്ടെ, ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ അതിനെതിരെ ശബ്ദമായിട്ട് ലോകത്തൊരിടത്തോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയോ ഇന്ത്യയിൽ എവിടെയോ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ശബ്ദം ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ശബ്ദം ഉയർത്തുന്നവരെ വർഗീയ ചാപ്പ കുത്തുന്ന, അവരെ സംഘിയാക്കുന്ന കേരളത്തിലെ ഈ വർഗീയ വിഷങ്ങളുടെ അജണ്ട നാട് മനസ്സിലാക്കാനുള്ള ഉദാഹരണമാണ് കണ്ണൂർ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് കാണാനായതെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്. ഒരാളെങ്കിൽ ഒരാൾ അയാൾ വർഗീയതയ്ക്കെതിരെ പ്രതിരോധമാകുന്നുണ്ടെങ്കിൽ അത് ഏത് സംഘടനയിലെ ആശയം ഉൾക്കൊണ്ടാണെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ത്യയിൽ ആകമാനം എങ്ങനെയാണോ സംഘപരിവാറിനെ കോൺഗ്രസ്സുകാർ വളർത്തിയത് അതിനെല്ലാം കൂട്ടുനിന്ന ലീഗുകാർ ഇന്നിപ്പോൾ അവിടങ്ങളിലെ കാര്യങ്ങളിൽ അവർക്ക് പ്രശ്നമല്ല, കേരളത്തെ കൂടി അവരെ വളർത്തണം. ആരെ? സംഘപരിവാറിനെ വളർത്തണം. അതിനുശേഷം നമുക്ക് അധികാരം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ വാലും ചുരുട്ടി ഇരുന്നോളാമെന്നുള്ള സമീപനത്തെ നാട്ടുകാർ തിരിച്ചറിയേണ്ടതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഓരോ അപകടത്തിന്റെ സൈനായിട്ട് വേണം നിങ്ങൾ കാണാൻ. ആ സന്ദർഭങ്ങളിൽ ചെറുത്ത് നിൽക്കുന്നവരെ ഇവർ പറയുന്നത് പോലെ നിങ്ങൾ ചാപ്പ കുത്തുകയാണെങ്കിൽ നാളുകളിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ ഇന്ന് ഒരിടത്തില്ലാത്തവർ നാളെ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചാവേറുകളായി ഇരകളാകാൻ പോകുന്നു എന്ന് മാത്രമാണ് ഈ ഒരു സംഭവത്തെ മുൻകൂട്ടി ഉപദേശിക്കാനുള്ളത്.